കേരളത്തിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ വെറും 1% ആളുകൾ മാത്രം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് ബാക്കി 99% ആളുകളും ചെയ്യാത്ത ഒരു കാര്യം, അവർ ചെയ്യുന്നതിനേക്കാളും എക്സെപ്ഷണലായിട്ട് ഈ 1% ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യം. എന്താണത്? നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ SLCയുടെ റിസൾട്ടോ അല്ലെങ്കിൽ CBSEയുടെ 10th റിസൾട്ടോ അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IITകൾ, NITകൾ, AIIMS, ജിമ്മർ, IISER, NITians ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉന്നത സ്ഥാപനങ്ങളിലെത്തുന്ന അല്ലെങ്കിൽ അവിടേക്ക് അഡ്മിഷൻ കിട്ടുന്ന കേരളത്തിലെ സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലുള്ള ടോപ്പേഴ്സ് എല്ലാവരും ഈ ഒരു 1% പെട്ടവരാണ്. ഈ 1% സ്റ്റുഡൻസിൽ പെട്ടവരാണ് ഇത്തരത്തിലുള്ള എക്സാമുകളെല്ലാം ടോപ്പേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു 1%കാർ ചെയ്യുന്നത്? അവരെന്തെങ്കിലും മിറാക്കിൾസ് ചെയ്യുന്നുണ്ടോ, മന്ത്രവാദം ചെയ്യുന്നുണ്ടോ, മാജിക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരെല്ലാവരും ചെയ്യുന്ന ആൻസർ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂസും ഈ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടാവും. അവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഡ്രീം ഉണ്ടാവും. എനിക്ക് അതാവണം, ഇതാവണം, അങ്ങനെ എത്തിപ്പെടണം, അങ്ങനെ എത്തിപ്പെട്ടിട്ട് ഇന്ന സ്ഥലത്ത് പോകണം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിന് നമ്മൾ എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്നുള്ളടുത്തൊരു ചോദ്യമുണ്ട്. നമ്മൾ വർക്കൊന്നും ചെയ്യാതെ നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ടൊന്നും വിടാതെ ഇതെല്ലാം നടന്നുകൊള്ളുമെന്ന് വിചാരിച്ചാൽ ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? കാരണം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന, ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന, നേരത്തെ തന്നെ ഇതിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു 1% ആളുകളുമായിട്ടാണ് ഈ 99% ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻസ് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ബാക്കിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യുമെന്നുള്ളത്. ഈ 99% ആളുകൾ വർക്ക് ചെയ്യാതെ ഇവരെ ബീറ്റ് ചെയ്യാൻ പോയാൽ, ഈ ഒരു 1% ആളുകൾ ബീറ്റ് ചെയ്യാൻ പോയാൽ ഒരു കാര്യം ഉണ്ടാവില്ല, തോറ്റ് മടങ്ങുക തന്നെ മാത്രമേ റിസൾട്ടായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ 1% ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ ചെറിയ ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒരു 6th സ്റ്റാൻഡേർഡ് മുതലോ 8th സ്റ്റാൻഡേർഡ് മുതലൊക്കെ അവരുടെ ഡ്രീമിലെത്താൻ വേണ്ടിയിട്ട്, അവർ സ്വപ്നം കാണുന്ന കോളേജിലെത്താൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവരെന്താ ചെയ്തിട്ടുണ്ടാവുക? സ്കൂളിൽ പഠിക്കുന്നതൊന്നും പഠിക്കാതെ നേരെ പോയിട്ട് ഒരു JEE എക്സാമിൻ്റെ, നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണോ ചെയ്തത്? അല്ല. ഈ JEE എക്സാമും നീറ്റ് എക്സാമൊക്കെ അതിൻ്റെ സിലബസ് +1 +2 ആണെങ്കിൽ കൂടെ അതിന് +1 +2 മാത്രം പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള സിലബസ് മാത്രം പഠിച്ചതുകൊണ്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ പഠിച്ചു വന്നുള്ള കോൺസെപ്ച്വൽ ബേസും അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സ്ട്രോങ് ഫൗണ്ടേഷനും മാത്തമാറ്റിക്കൽ എബിലിറ്റിയും ഇതെല്ലാം എന്ത് ചെയ്യും? അതിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈസ്കൂളിൽ നല്ല പ്രോപ്പർ ഫൗണ്ടേഷൻ ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റ് +1 +2 പോയിട്ട് അവിടെ തല കുത്തി നിന്നാലും ടോപ്പേഴ്സ് ആവാൻ പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ 1% ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ ക്ലാസ് മുതലേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് പഠിക്കുകയും അതിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കോമ്പറ്റീറ്റീവ് വേൾഡിലോട്ട് പ്രിപ്പയർ ആയി വരുന്ന ഈ 1% ആളുകളാണ് JEEയുടെയും നീറ്റിൻ്റെയും ടോപ്പേഴ്സായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ 1%ലോട്ട് കയറി പറ്റുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള 99% ആളുകളെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ കൃത്യമായ വിഷയമില്ലാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണയില്ലാതെ റാൻഡമായിട്ട് നടക്കുന്ന ആളുകളാണ്. അവരെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഡ്രീം സ്പോയിൽ ചെയ്യരുത് എന്നാണ് ഞാൻ പറയാം. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1%ൻ്റെ കൂടെ ജോയിൻ ചെയ്യണം. ഈ 1%ൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം എന്നുള്ളതാണ്. നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നേരത്തെ ട്യൂഷൻ തുടങ്ങുക എന്നുള്ളതല്ല, നേരത്തെ ഫൗണ്ടേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. ട്യൂഷൻ എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന അതേ കാര്യമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ട്യൂഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഫുൾ A+ഓ ഫുൾ A1ഓ കിട്ടാൻ യൂസ്ഫുൾ ആണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ നിർബന്ധമാണ്. ആ സ്ട്രോങ് ഫൗണ്ടേഷനാണ് ഇവിടെ നമ്മൾ ഓഫർ ചെയ്യുന്നത് XandY Learningൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾ ട്യൂഷൻ ക്ലാസ് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ട്യൂഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ട്യൂഷൻ മാത്രം മതി എന്നുള്ള സ്റ്റുഡൻസ് ഒരിക്കലും XandY Learningനെ പ്രിഫർ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഡ്രീം ഉണ്ട് എങ്കിൽ, അതിന് അഡ്വാൻസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവായി കൊണ്ടാണ് XandY Learningൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. 8th 9th 10th ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് സയൻസിലും മാത്സിലും പഠിച്ചിരിക്കേണ്ട കംപ്ലീറ്റ് ഫണ്ടമെന്റൽസും ക്ലിയർ ചെയ്തുകൊണ്ട് +1 +2 എത്തുമ്പോഴേക്കും നിങ്ങളെ എക്സ്പെർട്ടാക്കി മാറ്റുക. +2 കഴിഞ്ഞിട്ട് നേരെ നിങ്ങളുടെ ഡ്രീം കോളേജിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് XandY Learningൻ്റെ എയിം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെയുള്ളൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റുന്നതാണ്. നമ്മുടെ അവസാന ബാച്ചുകളിലോട്ടുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഈ ഒരു വർഷത്തെ ഈ ഒരു അക്കാഡമിക് ഇയറിലോട്ടുള്ള അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. കാരണം ഓൾറെഡി നമ്മുടെ
ബാച്ചുകളൊക്കെ ഏപ്രിൽ മുതലേ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ബാച്ചോട് കൂടി കംപ്ലീറ്റ് ആയിട്ട് ഈ വർഷത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്യൂഷൻ അല്ല ഇവിടെ കൊടുക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സാണ്, ട്യൂഷനും അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡ്രീമിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞ 1% ആളുകളിൽ ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ടീമിനെ കോൺടാക്ട് ചെയ്യാം. താങ്ക്